എല്ലാവർക്കും നമസ്കാരം. നമസ്തേ ശ്രീകാന്ത് സാർ. ഞാൻ തിരുവനന്തപുരത്തു നിന്നും സന്ധ്യയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഗുരുവായൂർ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. ഞാൻ അത്ര വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു. സ്വസ്തിക പാർവതിയുടെ FB പേജിലൂടെ ഞാൻ കൃഷ്ണനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയത്. എൻ്റെ സങ്കടം സന്തോഷമെല്ലാം ഗുരുവായൂർ കണ്ണനോട് പറയും. എനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു ഉണ്ണിക്കണ്ണൻ. ത്രിമധുരം കാണുന്നത് പതിവാക്കി. എനിക്കും ഗുരുവായൂർ പോകുമ്പോൾ നല്ലൊരു കൃഷ്ണാനുഭവം തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ. ഒരുപാട് തവണ പോവാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പുലവന്ന് സാഹചര്യം അനുകൂലമല്ലായിരുന്നു. പക്ഷേ 2025 ഏപ്രിൽ മാസം പോകാമെന്ന് തീരുമാനത്തിലെത്തി. ഗുരുവായൂർ അമ്പലത്തിലെത്താൻ സമയമാകുമ്പോൾ ഭഗവാൻ ചില അടയാളങ്ങൾ കാട്ടിത്തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്കുണ്ടായിട്ടോ. സ്വപ്നത്തിൽ ഞാൻ ഭഗവാന്റെ ശീവേലി കണ്ടു. തിരുമേനിമാറിരുന്ന് ചന്ദനം ഉരച്ചെടുക്കുന്നു. പിന്നെ ഭഗവാന്റെ ഗദ, ശംഖ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത്തവണ പോകുമെന്ന്, ഒരു തടസ്സവും വരില്ല എന്ന്. അങ്ങനെ ഞാനും ഹസ്ബൻഡ്, മകള്, പിന്നെ എൻ്റെ ബ്രദർ, ഫാമിലി എല്ലാവരും കൂടി കാറിൽ രാവിലെ ഗുരുവായൂരേക്ക് പുറപ്പെട്ടു. ഉച്ചഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ തിരഞ്ഞു മടുത്തു. ഒരിടത്ത് നിർത്തി നോക്കുമ്പോൾ നോൺ വെജ് ഫുഡ്. വെജ് തരാമെന്ന് പറഞ്ഞു കേട്ടോ, പക്ഷെ അവിടെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. തിരികെ വണ്ടിയിൽ കയറി. ഹസ്ബൻഡിനാണെങ്കിൽ നല്ല ദേഷ്യം. എവിടെയെങ്കിലും നിർത്താം, നിങ്ങൾ പോയി നോക്കി ഇഷ്ടമായാൽ എന്നെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ വണ്ടി ഒതുക്കി നിർത്താൻ സ്ഥലമുള്ള ഒരു ഹോട്ടൽ മുന്നിൽ വണ്ടി നിർത്തിയിട്ടോ. എന്നോട് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ പ്യുവർ വെജ്. ഹോട്ടലെല്ലാം തനി നാടൻ വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കിയത്. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാൻ ഭഗവാന്റെ കാരുണ്യത്താൽ കഴിഞ്ഞു. ഇത് ഭഗവാൻ തന്ന ആദ്യ അനുഭവം. ഇനി രണ്ടാമത്തേത് പറയാം. എല്ലാവരും റൂമിലെത്തിയിട്ടോ. കുളിച്ച് 5 മണിയോടെ അമ്പലത്തിലെത്തി. സഹോദരന് കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കാതെ അവന് അകത്ത് കയറി തൊഴാൻ പറ്റുമോ എന്ന് അവിടെ നിന്ന സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാനേജറെ പോയി കാണാൻ. അതൊക്കെ കണ്ടുപിടിച്ച് എഴുതി മേടിക്കുവാൻ കുറേ സമയം എടുക്കുമല്ലോ. എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ കണ്ണനെ പെട്ടെന്ന് കണ്ടാൽ മതി എന്ന തോന്നലും. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് തൊഴാൻ നിൽക്കുവാണോ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ചധികം പേരുണ്ട്, പക്ഷേ സഹോദരന് കാലിൽ പ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് അധികം നിൽക്കാൻ കഴിയില്ല എന്ന്. അവര് പറയാ ഞങ്ങളുടെ അടുത്ത് 2 പാസുണ്ട്, പോന്നോളാൻ. ഞാനും സഹോദരനും കൂടി അവരുടെ കൂടെ പോയി പെട്ടെന്ന് തൊഴുതുട്ടോ. സന്തോഷവും സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ശ്രീകോവിലിൽ നോക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ശംഖും ഗദയുമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അന്ന് അലങ്കാരം ചതുർബാഹു രൂപമായിരുന്നു. ആ ഒരു അനുഭവം ചോദിച്ചപ്പോൾ ഭഗവാൻ എത്ര അനുഭവം തന്നു അല്ലേ ശ്രീകാന്ത് സാർ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. എന്താ കഥ? ആ സഹോദരന് കാലില് വയ്യാന്ന് ഭഗവാന് മനസ്സിലാവും. ഭഗവാൻ എല്ലാവരെയും കാണും. അവിടെ കോടാനുകോടി ജനങ്ങൾ വന്നാലും ഓരോരുത്തരെയും ഭഗവാൻ അറിയാലോ. അപ്പം ഭഗവാൻ അങ്ങനെ 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 എന്താ കഥ അല്ലേ. എത്ര മനോഹരമായ അനുഭവമായിരുന്നു. ഈ ദിവസം സന്തോഷമായി. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. നമ്മൾ കുറേ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.